സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഇത് പഠിച്ചതല്ലേ? തീർച്ചയായിട്ടും അതെ. പാഠം 61 നമ്മൾ ഇത് പഠിച്ചതാണ്. ഏത്? ക്വസ്റ്റ്യൻ വേർഡ്സ്. പക്ഷേ കൂടുതൽ ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ പാഠം 61 ലിങ്ക് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അവിടെ നിങ്ങൾ പോയി ആദ്യം കാണുക. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് അണ്ടർ ഹൂം എന്നുള്ളതിൻ്റെ അർത്ഥം ആരുടെ കീഴിൽ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ആണ്, അണ്ടർ ഹൂം ഡിഡ് യു സ്റ്റഡി ദ മ്യൂസിക്? ഓക്കെ, ആരുടെ കീഴിലാണ് നിങ്ങൾ മ്യൂസിക് പഠിച്ചത് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആരുടെ വേണമെങ്കിലും പേര് പറയാം. ഓക്കെ, നമുക്കിങ്ങനെ പറയാം, ഐ സ്റ്റഡീഡ് മ്യൂസിക് അണ്ടർ യേശുദാസ്, അല്ലേ? നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ രണ്ടാമത്താണ് അണ്ടർ ഹൂം ഹി സ്റ്റഡീഡ് ദ മ്യൂസിക്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പിരിച്ചെഴുതിയിട്ടില്ല. എന്തിനെ? ഈ V2 നമ്മൾ പിരിച്ചെഴുതിയിട്ടില്ല. അപ്പോൾ നമ്മൾ V1, V2, V3 പഠിച്ചതാണ്. ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിച്ചു. നമ്മൾ V2 പിരിച്ചിടുന്നു, ഡിഡ് പ്ലസ് V1, അതിനുശേഷം ഡിഡ് ആദ്യത്തേലേക്ക് നമ്മൾ ഇടുന്നു. അങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത്, അല്ലേ? ഇനി ഇപ്പോൾ രണ്ടാമത് ഞാൻ കൊടുത്തിരിക്കുന്നത് അണ്ടർ ഹൂം ഹി സ്റ്റഡീഡ് ദ മ്യൂസിക്. അത് ശരിയാണോ? അല്ലെന്ന് തോന്നുന്നില്ലേ? കാരണം എന്താണ്? അണ്ടർ ഹൂം ഡിഡ് ഹി സ്റ്റഡി ദ മ്യൂസിക് എന്നാണ് കൃത്യമായിട്ടുള്ളത്. എങ്കിലും സംസാര ഭാഷയിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. എങ്ങനെ? ഈ പിരിച്ചെഴുതാതെ ഉപയോഗിക്കാറുണ്ട്. അപ്പോഴേ നമ്മൾ ശ്രദ്ധിക്കുക. ഇനി മറ്റൊന്നാണ് വിത്ത് ഹൂം. വിത്ത് ഹൂം എന്ന് പറഞ്ഞാൽ ആരുടെ കൂടെ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, വിത്ത് ഹൂം ഡു യു പ്ലേ ക്രിക്കറ്റ്? ഓക്കെ, നീ ആരുടെ കൂടെയാണ് സാധാരണ ക്രിക്കറ്റ് കളിക്കുന്നതെന്നാണ് അർത്ഥം. കാരണം എന്താണ്? ഡു യു പ്ലേ ക്രിക്കറ്റ് എന്നാണ് അവിടെ വന്നിരിക്കുന്നതാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോഴേ നീ ആരുടെ കൂടെയാണ് സാധാരണ ക്രിക്കറ്റ് കളിക്കുന്നത്? ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഐ പ്ലേ ക്രിക്കറ്റ് വിത്ത് മൈ ബ്രദർ. അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ വിത്ത് മൈ ഫ്രണ്ട്സ് എന്നാണെങ്കിൽ നമുക്ക് പറയാം. ഇതൊന്നും ഐ പ്ലേ ക്രിക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്കെങ്ങനെ പറയാം? സിമ്പിളായിട്ട് വിത്ത് മൈ ഫ്രണ്ട്സ്, അല്ലേ എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്ന് മാത്രം പറഞ്ഞാലും മതി. അതിൻ്റെ അർത്ഥം മനസ്സിലാവും. തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുമ്പോൾ ഒരുപാട് നിങ്ങൾ സംസാരിക്കണം. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കുക. നമ്മൾ ഉത്തരങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ആക്കണമല്ലോ. അപ്പോൾ ആകെ പ്രശ്നമാവില്ല എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, വിത്ത് ഹൂം ആർ യു ഗോയിങ് ഹോം ടുമോറോ? ഓക്കെ, ആരുടെ കൂടെയാണ് നാളെ നീ വീട്ടിൽ പോകുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, വിത്ത് മൈ വൈഫ്, വിത്ത് മൈ ഫ്രണ്ട്, എന്തുകൊണ്ടും ആകാം. ഓക്കെ, വിത്ത് മൈ നെയ്ബർ, ഇപ്പോൾ അയൽവാസിയിലൂടെയാണ് പോകുന്നത്, അങ്ങനെ നമുക്ക് പറയാവുന്നതാണ്. ഇനി ഫോർ ഹും എന്ന് പറഞ്ഞാൽ ആർക്കു വേണ്ടി എന്നാണ് അർത്ഥം. ഓക്കെ, ഫോർ ഹും ആർ യു റണ്ണിങ് സോ ഫാസ്റ്റ്? ഓക്കെ, നീ ആർക്ക് വേണ്ടിയാണ് ഇത്ര പെട്ടെന്ന് ഓടുന്നത്? അല്ലെ, നമ്മൾ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഫോർ മൈ ഫ്രണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, എൻ്റെ സുഹൃത്തിന് വേണ്ടിയാണ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. സിൻസ് വെൻ, എപ്പോൾ മുതൽ? ഓക്കെ, ഇത് സാധാരണ നമ്മൾ ദേഷ്യം വരുമ്പോഴാണ് ഉപയോഗിക്കുന്നത്. ആഹോ, നിനക്ക് എപ്പോൾ മുതലാണ് നിനക്ക് എന്നെ ഭരിക്കാനുള്ള അധികാരം കിട്ടിയത് എന്നൊക്കെ നമ്മൾ സാധാരണ ചോദിക്കാറില്ലേ? അത് അങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സിൻസ് വെൻ ഡു യു ഹാവ് ദ റൈറ്റ് ടു ടെൽ മീ വാട്ട് ടു ഡു? ഓക്കെ, നിനക്ക് എപ്പോൾ മുതലാണ് എന്നോട് എന്ത് ചെയ്യണമെന്ന് പറയാനുള്ള അധികാരം കിട്ടിയത്? റൈറ്റ് എന്ന് പറഞ്ഞാൽ അധികാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് സാധാരണ ദേഷ്യം വരുമ്പോഴാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. ഇനി വേർ എൽസ്, വേറെ എവിടെയൊക്കെ എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, വേർ എൽസ് ആർ വി ഗോയിങ്? ഓക്കെ, വേറെ എവിടേക്കാണ് നമ്മൾ പോകുന്നത്? അപ്പോൾ നിങ്ങൾ എന്നെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണിച്ചു. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് വേർ എൽസ് വി ആർ ഗോയിങ് ടുഡേ എന്ന് പറഞ്ഞാൽ വേറെ എവിടേക്കാണ് നമ്മൾ പോകുന്നത്. വാട്ട് എൽസ്, വേറെ എന്തൊക്കെ എന്നാണ്. വാട്ട് എൽസ് ഡിഡ് ഹി സേ? ഓക്കെ, വേറെ എന്തൊക്കെയാണ് അവൻ പറഞ്ഞത്? അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് നമ്മളോട് എന്ന് പറയുന്നത് അവൻ ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ചോദിക്കണം വാട്ട് എൽസ് ഡിഡ് ഹി സേ? ഓക്കെ, വേറെ എന്തൊക്കെയാണ് അവൻ എന്നോട് പറഞ്ഞത്? ഓക്കെ, ഹി സെഡ് നത്തിങ്, വേറെ ഒന്നും പറഞ്ഞില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, വൈ ദെൻ, പിന്നെ എന്തുകൊണ്ട്? ഇവിടെ നമ്മളൊക്കെ പറയാറുള്ള ഒരു കാര്യമാണ്, ഓ എൻ്റെ ജോലി വയ്യ, എനിക്ക് ജോലി ചെയ്യാൻ വയ്യ, അല്ലെങ്കിൽ ഓ ഈ ഗവൺമെൻറ് ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വൈ ദെൻ ഡിഡ് യു വോട്ട് ഫോർ ഹിം? ഓക്കെ, അതല്ലെങ്കിൽ നമ്മുടെ MLA പറ്റി നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അന്നേരം ചോദിക്കുകയാണ് വൈ ദെൻ ഡിഡ് യു വോട്ട് ഫോർ ഹിം? ഓക്കെ, എൻ്റെ സുഹൃത്തിനറിയും ഞാൻ അദ്ദേഹത്തിനാണ് വോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എന്തുകൊണ്ടാണ്? ഓക്കെ, വൈ ദെൻ ഡിഡ് യു ജോയിൻ ദിസ് കമ്പനി? ഓക്കെ, പിന്നെ എന്തുകൊണ്ടാണ് നീ ഈ കമ്പനി ജോലി ചെയ്യുന്നത്? ഈ ജോലി ജോയിൻ ചെയ്തതെന്ന് ചോദിക്കാം. ഓക്കെ, നമുക്ക് പിന്നെ എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദ്യം.
ഇനി ഫ്രം വെയർ, എവിടെ നിന്ന്, ഫ്രം വെയർ ഡിഡ് യു ഗെറ്റ് ദാറ്റ്, നിനക്ക് എവിടെ നിന്നാണ് അത് കിട്ടിയത്? ഓക്കെ, ഐ ഗോട്ട് ഇറ്റ് ഫ്രം ദ ഷോപ്പ് എന്നോ ഐ ഗോട്ട് ഇറ്റ് ഫ്രം ദ സൂപ്പർ മാർക്കറ്റ്, അല്ലേ? നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. അതല്ലെങ്കിൽ ഞാൻ ഇത് പിന്നെ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചതെന്ന് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഐ ബോട്ട് ഇറ്റ് ഫ്രം ആമസോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഹൂ എൽസ്, വേറെ ആരൊക്കെ, ഇത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഒരു സുഹൃത്ത് പറയാം, നമുക്ക് ഒരു സിനിമയ്ക്ക് പോയാലോ, ഓക്കെ, അപ്പോൾ ഹൂ എൽസ് ഈസ് കമ്മിങ് എന്ന് പറഞ്ഞാൽ വേറെ ആരൊക്കെയാണ് വരുന്നതെന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഇത് സാധാരണ നമുക്ക് വരാൻ താല്പര്യമില്ലാത്തപ്പോഴും ചോദിക്കുന്നതാണ്. കാരണം നമ്മുടെ സുഹൃത്ത് വിളിച്ചു, അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് ഹൂ എൽസ് ഈസ് കമ്മിങ് എന്ന് പറഞ്ഞ അർത്ഥം എന്നാണ്? നീ അല്ലാതെ വേറെ ആരൊക്കെയാണ് വരുന്നത്, കാരണം നിൻ്റെ കൂടെ വരാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹൂ എൽസ് ഈസ് ഗോയിങ് ടു ദ പാർക്ക്, വേറെ ആരൊക്കെയാണ് പാർക്കിലേക്ക് പോകുന്നത്. ഓക്കെ, അതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ സെക്ഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ അൺലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ആദ്യം മുതലുള്ള ചാപ്റ്ററുകൾ കാണാൻ വേണ്ടി ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇതിനിടയ്ക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ താഴെ ഈ കമൻറ്റിൽ എഴുതുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ആൻഡ് ഗോഡ് ബ്ലെസ് യു.